ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് സ്വപ്നങ്ങൾ നേടാൻ കഴിയാത്തത്, ഡ്രീം ജോബ് ലഭിക്കാത്തത്, ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തത്, പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റാത്തത് എല്ലാം സമയമില്ലാത്തത് കൊണ്ടാണെന്നാണ്. അതല്ല, മറിച്ച് ഇഫക്റ്റീവായി ടൈം മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് അവർക്ക് സമയമില്ലാത്തത്. ഏതൊരു മനുഷ്യനും ഒരു ദിവസം എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ്. അത് നന്നായി മാനേജ് ചെയ്യുന്നവനാണ് വിജയം. ടിപ്പ് നമ്പർ 1, മീൽ പ്ലാൻ തയ്യാറാക്കാം. ഒരാഴ്ച തയ്യാറാക്കാൻ പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് വീക്ക്ലി ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ലിസ്റ്റിനനുസരിച്ച് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സമയം മാത്രമല്ല, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാതെ നമ്മുടെ പണവും ലാഭിക്കാം. അതുപോലെ ഇങ്ങനെ മീൽ പ്ലാൻ ചെയ്യുന്നതിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അൺഹെൽത്തി ഒഴിവാക്കാം. അതുപോലെ മെനു സിമ്പിളായിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷസ് ലിസ്റ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 2, യൂസ് എ നോട്ട് പാഡ്. എപ്പോഴും നമ്മുടെ കയ്യിലൊരു നോട്ട് പാഡ് കരുതുക. സാധനങ്ങൾ തീരുന്നതനുസരിച്ച് ആ നോട്ട് പാഡിൽ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ മാഗ്നറ്റിക് ആയിട്ട് വെക്കാവുന്ന നോട്ട് പാഡ്സ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യുക. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ ലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇത് നമ്മൾ സാധനങ്ങൾ മറക്കാതിരിക്കാനും വീണ്ടും കടയിൽ പോകേണ്ട അവസ്ഥ ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ടിപ്പ് നമ്പർ 3, പ്ലാൻ യുവർ ഡേ എഹെഡ്. ഒരു ഡെയിലി റുട്ടീൻ തയ്യാറാക്കുക. കഴിയുമെങ്കിൽ തലേ ദിവസം തന്നെ. ടു ഡു ലിസ്റ്റ്സ്, അപ്പോയിൻമെൻറ്റ്, ലക്ഷ്യങ്ങൾ എല്ലാം എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും മിസ് ഔട്ട് ആവാതെ നോക്കാം. അതുപോലെ ടാസ്കുകളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യാൻ. രാവിലെ എഴുന്നേറ്റ് ഈ പ്ലാൻ അനുസരിച്ച് അന്നത്തെ ഒരു ഡേ പ്ലാനും തയ്യാറാക്കുക. ഇങ്ങനെ എഴുതുന്നതിലൂടെ നമ്മൾ ആ ദിവസം ചെയ്യേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കും ടൈം കണ്ടെത്താൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ ആ പ്ലാൻ പേജിൻ്റെ മുകളിൽ എഴുതുക. ഇത് നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോ ടാസ്കിനും എടുക്കുന്ന സമയം കറക്റ്റായി ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ സമയം അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം പാഴാക്കാൻ ചാൻസ് ഉണ്ട്. ടിപ്പ് നമ്പർ 4, കീപ്പ് യുവർ ഡെസ്ക് ക്ലീൻ ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. വീട്ടിലൊരു വർക്കിംഗ് ഡെസ്ക് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയി സൂക്ഷിക്കുക. എല്ലാ സാധനങ്ങളും നീറ്റായി വെക്കേണ്ട സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുക. ഇത് സാധനങ്ങൾ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി സമയം ലാഭിക്കും. ടിപ്പ് നമ്പർ 5, ഗെറ്റ് എ പിൻ ബോർഡ് ഫോർ യുവർ റൂം. മന്ത്ലി കാലണ്ടറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പിൻ ചെയ്ത് വെക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മാർക്ക് ചെയ്യാം. ബിൽ പേയ്മെൻറ്റ്സ്, PTA മീറ്റിംഗ്സ്, ബർത്ത്ഡേയ്സ്, ആനിവേഴ്സറീസ്, അങ്ങനെയെല്ലാം. അതുപോലെ നമ്മൾ എവിടെ പോകുമ്പോഴും ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിലുണ്ടാവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകാതെ നോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മൊബൈലിൽ നോട്ട് ചെയ്താലും മതി. നമ്മുടെ ലക്ഷ്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാം. ഒരു മോട്ടിവേഷണൽ കോട്ട് എഴുതുകയും ചെയ്യാം. ടിപ്പ് നമ്പർ 6, യൂസ് ആപ്സ് ടു പേ ബിൽസ്. PTM പോലുള്ള ആപ്സ് യൂസ് ചെയ്താൽ ബില്ലുകൾ ഇൻസ്റ്റൻ്റായി അടയ്ക്കാം. ഫോൺ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, കേബിൾ, ഇൻ്റർനെറ്റ്, സ്കൂൾ ഫീസ്, ഇപ്പോൾ ഗ്രോസറിയും ഫിഷും എല്ലാം ഓൺലൈനായി വാങ്ങാനും പറ്റുന്നു. ഇതെല്ലാം നമ്മളുടെ സമയം ലാഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടിപ്പ് നമ്പർ 7, സ്റ്റേ അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുക. നമ്മളൊരു മെസ്സേജ് എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കും. വാട്സാപ്പും ഫേസ്ബുക്കും മറ്റുമായി 1 മണിക്കൂർ വരെ കളയും. സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാൻ ഒരു സമയം വയ്ക്കുക. കഴിയുന്നതും ആ സമയത്ത് മാത്രം നോക്കാൻ ശ്രമിക്കുക. ടഫാണ്, പക്ഷെ ട്രൈ ചെയ്യുക. ടിപ്പ് നമ്പർ 8, നൈറ്റ് ടൈം 20 മിനിറ്റ് ക്ലീനിങ്. ഒരു 20 മിനിറ്റ് രാത്രി നമ്മുടെ വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. എല്ലാ മുറിയിലും സാധനങ്ങൾ അതത് സ്ഥലങ്ങളിലല്ലേ എന്ന് ഉറപ്പുവരുത്തുക. പാത്രങ്ങൾ കഴുകി കൗണ്ടർ ടോപ്പ് നന്നായി തുടച്ചിടുക. ടോയ്സ് എല്ലാം എടുത്ത് അതിൻ്റെ പ്ലേസിൽ വയ്ക്കുക. മക്കളുടെ സഹായവും കൂടി എടുക്കുക. എല്ലാ ദിവസവും ഒരു പിക്കപ്പ് ടൈം വയ്ക്കുക. 20 മിനിറ്റ് നൈറ്റ് ടൈം പിക്കപ്പ്. കുട്ടികളിൽ ഒരു ഓർഗനൈസ്ഡ് ഹാബിറ്റ് ഫോം ചെയ്യും ഇങ്ങനെ ചെയ്താൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട് ഒത്തിരി മെസ്സി ആവാതെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 9, അവോയ്ഡ് പേപ്പർ ക്ലട്ടർ. എല്ലാ മാസത്തെയും വരുന്ന പേപ്പർ ബിൽസ് നോക്കി കളയേണ്ടവ പെട്ടെന്ന് തന്നെ കളഞ്ഞ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. കഴിയുന്നതും ഈ ബിൽസിലോട്ട് മാറാൻ ശ്രമിക്കുക. നമ്മുടെ ഭൂമിക്കും നല്ലത് അതാണ്. അതുപോലെ എല്ലാ മാസത്തെയും ന്യൂസ് പേപ്പേഴ്സ് കറക്റ്റായിട്ട് നമ്മൾ അത് സെല് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 10, സ്റ്റേ ഫിറ്റ്.
നന്നായി ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഉറങ്ങുക. ആരോഗ്യത്തോടെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ടിപ്സ് എല്ലാം വേസ്റ്റാണ്. നല്ല എക്സസൈസ് ചെയ്ത് ഫുഡ് ആൻഡ് സ്ലീപ്പ് നമ്മുടെ എനർജി ലെവൽസ് വർദ്ധിപ്പിക്കുന്നു, മൈൻഡ് കാം ആക്കുന്നു. അതുപോലെ നമ്മളെപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 11, വേക്കപ്പ് ഏർലി. നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്നതിലും ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഈ എക്സ്ട്രാ സമയം നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്കായി യൂസ് ചെയ്യാം. എക്സസൈസ്, യോഗ, റീഡിങ്, പ്രേയിങ്, പിന്നെ സെൽഫ് കെയർ, അങ്ങനെ ഏത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ രാത്രി നേരത്തെ ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങാനും ശ്രദ്ധിക്കണം. ടിപ്പ് നമ്പർ 12, കിഡ്സ് റൂട്ടീൻ. നമ്മുടെ മക്കളെയും ഒരു റൂട്ടീനിലോട്ട് കൊണ്ടുവരിക. കൊച്ചുകുട്ടിയായാലും സ്കൂളിൽ പോകുന്ന കുട്ടിയായാലും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാ ദിവസവും ഒരു ഓർഡറിൽ അത് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. സ്ലോലി അവരും ആ റൂട്ടീനോട് യൂസ് ടു ആവും. നമുക്ക് കാര്യങ്ങൾ നല്ല എളുപ്പമാവുകയും ചെയ്യും. ടിപ്പ് നമ്പർ 13, വെറുതെ ഇരിക്കാനും കുറച്ച് സമയം. ഒരു ദിവസം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതിനിടയിൽ റിലാക്സ് ചെയ്യാനുള്ള സമയവും മാറ്റിവെക്കാം. പൂന്തോട്ടത്തിൽ നടക്കാനോ, ബുക്ക് വായിക്കാനോ, പാട്ട് കേൾക്കാനോ, മെഡിറ്റേറ്റ് ചെയ്യാനോ, ഇതൊന്നുമല്ലെങ്കിൽ അല്പസമയം വെറുതെ ഇരിക്കാനും സമയം കണ്ടെത്താം. ഇത് നമ്മുടെ ബാക്കി ജോലികളിലെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കും. നമ്പർ 14, ലേൺ ടു സേ നോ. നമുക്ക് ആവശ്യമില്ലാത്തവ നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാം. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. സമയം കളയുന്ന ഫോൺ കോൾസ്, ആവശ്യമില്ലാത്ത ഗെറ്റ് ടുഗെദേഴ്സ്, സമയമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ഒത്തിരി ഫുഡ് ഐറ്റംസ്, ഏതാണ് നോ പറയേണ്ടതെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നോ പറയാൻ ശീലിക്കുക. ടിപ്പ് നമ്പർ 15, ഡെലിഗേറ്റ് യുവർ വർക്ക്. വീട്ടിലെ എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ ജോലികൾ നമുക്ക് കുട്ടികളെ ഏൽപ്പിക്കാം. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നതും നമ്മുടെ ജോലിഭാരം കുറയ്ക്കാനും പറ്റുന്നു, സമയവും ലാഭിക്കാം. കുട്ടികളെ ഉത്തരവാദിത്ത ബോധവും ലൈഫ് സ്കിൽസും നമുക്ക് പഠിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ ഹസ്ബൻഡും വൈഫും ചില ജോലികളെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നടക്കുകയും ചെയ്യും. അത് വരും തലമുറയ്ക്ക് ഒരു മാതൃക ആക്കാൻ പറ്റുകയും ചെയ്യും. ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാൾ സ്മാർട്ടായും സിംപ്ലറായും ചെയ്യാൻ ശ്രമിക്കുക. ഒരു സിമ്പിൾ റിയലിസ്റ്റിക് റൂട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് സമയം നന്നായി മാനേജ് ചെയ്യാനും ലൈഫ് നന്നായി എൻജോയ് ചെയ്യാനും കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.